ഒരു കാര്യം പിന്നത്തേക്ക് മാറ്റി വെക്കരുതെന്ന് പറയുന്നതിൻ്റെ എക്സാക്റ്റ് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ തന്നെ മുടിയിൽ കളർ ചെയ്യാൻ പഠിച്ചത്. നാട്ടിൽ വെച്ച് അതിനൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയണം. സംഭവം സിമ്പിളാണ്. കടയിൽ നിന്ന് നല്ല പ്രോഡക്റ്റ് നോക്കി വാങ്ങുക, ഇൻസ്ട്രക്ഷനൊക്കെ നോക്കുക, കയ്യോടെ വായിച്ച് മനസ്സിലാക്കുക. പിന്നെ 48 അവേഴ്സിന് മുൻപായി ഒരു അലർജി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതൊന്നുമില്ല, ആരും ഒരുപാട് ശ്രദ്ധിക്കാത്ത എവിടെയെങ്കിലും സാമ്പിൾ കുറച്ച് തേച്ച് വയ്ക്കുക. 48 അവേഴ്സ് കഴിഞ്ഞ് ഒരു അലർജി റിയാക്ഷനും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഫുൾ അപ്ലൈ ചെയ്യാം. ഞാൻ ചെവിയുടെ പുറകിലാണ് കേട്ടോ തേച്ചത്. ഞാൻ ഇത്തവണ വാങ്ങിയത് റെഡ് കളർ ആയതുകൊണ്ട് ചെറിയൊരു പേടി ഉള്ളിലുണ്ടായിരുന്നു. ഫുള്ള് കളവായാലോ, എൻ്റെ ലുക്ക് എങ്ങനെയാവും എന്നൊക്കെ ഓർത്ത്. സോ ആദ്യം കുറച്ച് തേച്ച് നോക്കിയിട്ട് പിന്നെ ബാക്കി തേക്കാൻ എന്നായി പ്ലാൻ. തന്നെത്താൻ ഉണ്ടാക്കിയെടുക്കുന്ന അബദ്ധങ്ങൾ ഒട്ടനവധി ഉള്ളതുകൊണ്ട് റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യായിരുന്നു. സോ കുറച്ച് മാത്രം തേച്ചിട്ട് ബാക്കി വെക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണിത്. പിന്നെ വന്ന് നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. ഡ്രോയർ ഫുള്ള് അത് പതഞ്ഞു പൊങ്ങി ചോര പുഴയായിരുന്നു ഇവിടെ. ഇതിങ്ങനെ പതഞ്ഞു പൊങ്ങുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു മണിക്കൂർ എടുത്തു ഞാനതൊന്ന് ക്ലീൻ ചെയ്യാൻ. ഇതിപ്പോൾ ഒരു ബാഡ് എക്സാമ്പിൾ ആയിപ്പോയല്ലേ. ഇതൊന്നും ആരും അനുകരിക്കരുതെന്നൊന്നും ഞാൻ പറയണില്ല കേട്ടോ. ഇത് ഞാൻ 3ാമത്തെ തവണയാണ് തന്നെ കളർ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു മോശം അനുഭവം ഒഴിച്ച സംഭവം കളറായിരുന്നു ചെയ്തപ്പോഴൊക്കെ.